അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കാൻ ഒപ്പുവെച്ച ധാരണാപത്രം നിലവിൽ വന്നതോടെ മേഖലയിൽ പുതിയ ഉണർവ്. കരാറിന്റെ ഭാഗമായി ഹോർമുസ് കടലിടുക്ക് ഇറാൻ ഉടനടി തുറന്നു നൽകുമെന്നും ഇറാനിയൻ തുറമുഖങ്ങൾക്ക് മേലുള്ള അമേരിക്കൻ നാവിക ഉപരോധം ഉടൻ തന്നെ നീക്കം ചെയ്യുമെന്നും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫ് പ്രഖ്യാപിച്ചു. എക്സിലൂടെയാണ് പ്രധാനമന്ത്രി കരാറിന്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഈ കരാർ ഉടനടി പ്രാബല്യത്തിൽ വരുന്നു. ആദ്യഘട്ടമെന്ന നിലയിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തൽക്ഷണം തുറന്നു നൽകും. മറുപടിയായി അമേരിക്ക ഇറാനിയൻ തുറമുഖങ്ങൾക്കുള്ള നാവിക ഉപരോധം ഉടൻ തന്നെ അവസാനിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയ്ക്ക് വിരാമമിടുന്ന ഈ നടപടി ആഗോള ഇന്ധന വിപണിയിൽ വലിയ മാറ്റങ്ങൾക്കാണ് തുടക്കമിട്ടിരിക്കുന്നത്. ഈ നിർണായക സംഭവത്തെ ആദരിക്കുന്നതിനും സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിനുമായി വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ പ്രത്യേക ചടങ്ങ് നടക്കുമെന്ന് പ്രധാനമന്ത്രി സ്ഥിരീകരിച്ചു. ഖത്തറിന്റെ സഹകരണത്തോടെ പാകിസ്ഥാനാണ് ഈ ചടങ്ങിന് ആതിഥേയത്വം വഹിക്കുന്നത്. യുഎസും ഇറാനും തമ്മിലുള്ള സംഘർഷം ലഘൂകരിക്കുന്നതിലും സമാധാന ചർച്ചകൾ സുഗമമാക്കുന്നതിലും പാകിസ്ഥാൻ നിർണായകമായ മധ്യസ്ഥതയാണ് വഹിച്ചിട്ടുള്ളത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലാണ് കരാറിന്റെ വിവരങ്ങൾ പുറത്തുവന്നത്. ലബനൻ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലകളിലെയും സൈനിക ആക്രമണങ്ങൾ ഉടനടി നിർത്തലാക്കും. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം യാതൊരു തടസ്സവുമില്ലാതെ പുനഃസ്ഥാപിക്കും. ഇറാനുമേൽ അമേരിക്ക ഏർപ്പെടുത്തിയിരുന്ന ഉപരോധങ്ങൾ പിൻവലിക്കുന്നതിനൊപ്പം മരവിപ്പിച്ച കോടിക്കണക്കിന് ഡോളർ ആസ്തികൾ വിട്ടു നൽകാനും തീരുമാനമായി. യുദ്ധത്തിൽ തകർന്ന ഇറാനിലെ സൗകര്യങ്ങൾ പുനർനിർമ്മിക്കുന്നതിനായി $300 ബില്യൺ നിക്ഷേപ പദ്ധതിയും കരാറിൽ ഉൾപ്പെടുന്നുണ്ട്. മാസങ്ങളായി തുടരുന്ന യുദ്ധം ആഗോള ഇന്ധന വിപണിയിൽ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരുന്നത്. കരാർ നിലവിൽ വരുന്നതോടെ ഈ ആശങ്കകൾക്ക് പരിഹാരമാവുകയാണ്. അതേസമയം US സൈനിക ഉപരോധം നീക്കിയതോടെ ഹോർമുസ് സാധാരണ നിലയിലേക്ക്. ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ആദ്യ കപ്പൽ ഇന്ന് ഗുജറാത്തിലെ ദഹേജ് തുറമുഖത്ത് എത്തിച്ചേരും. 62,370 മെട്രിക് ടൺ LNGയുമായാണ് കപ്പലെത്തുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധത്തെ തുടർന്ന് കഴിഞ്ഞ 3 മാസത്തിലേറെയായി കപ്പൽ മേഖലയിൽ കുടുങ്ങിക്കിടക്കുകയായിരുന്നു. ഇന്ധനവും രാസവളവും അടങ്ങിയ 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഉടനെത്തും. കേന്ദ്രം സാഹചര്യം നിരീക്ഷിച്ചു വരികയാണ്. ദിശ വിജയകരമായി പാത പിന്നിട്ടതോടെ ഹോർമുസ് മേഖലയിൽ കുടുങ്ങിക്കിടന്ന ഇന്ധനവും രാസവളവും അടങ്ങിയ മറ്റ് 34 ഇന്ത്യൻ കപ്പലുകൾ കൂടി ഇന്ത്യയിലേക്ക് പുറപ്പെടാൻ ഒരുങ്ങുകയാണ്. ഒമാൻ തീരത്ത് US ആക്രമണത്തിൽ 3 ഇന്ത്യൻ നാവികർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഇന്ത്യൻ കപ്പലുകളുടെ സുരക്ഷ നിരീക്ഷിക്കുന്നുണ്ടെന്ന് കേന്ദ്ര സർക്കാരും അറിയിച്ചു. ഹോർമുസ് കടന്ന് ഈ കപ്പലുകൾ ഇന്ത്യയിൽ എത്തുന്നതോടുകൂടി കഴിഞ്ഞ കുറച്ചു നാളുകളായി ഇന്ത്യയിലുണ്ടായ ഊർജ്ജ പ്രതിസന്ധിക്ക് അയവ് വരും എന്നാണ് സർക്കാർ കരുതുന്നത്. അതേസമയം ഫെബ്രുവരിയിൽ ഇറാനിലെ പെൺകുട്ടികളുടെ സ്കൂളിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണം ആരും മനഃപൂർവ്വം ചെയ്തതല്ലെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. യുദ്ധത്തിൽ തെറ്റുകൾ സംഭവിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവത്തെക്കുറിച്ച് നിലവിൽ അന്വേഷണം നടക്കുകയാണെന്നും ട്രംപ് വ്യക്തമാക്കി. യുദ്ധം എപ്പോഴും ക്രൂരമാണെന്നും എന്നാൽ ഇതാരും മനഃപൂർവ്വം ചെയ്തതല്ലെന്നും ട്രംപ് പറഞ്ഞു. ആക്രമണത്തിൽ USന് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് ശത്രുക്കൾ വധിച്ച ആയിരക്കണക്കിന് സൈനികരുടെ കാര്യമോ എന്ന മറുചോദ്യമാണ് ട്രംപ് ഉന്നയിച്ചത്. US ഇസ്രായേൽ സംയുക്ത സൈനിക നീക്കത്തിൽ ആദ്യ ദിനമായ ഫെബ്രുവരി 28-നാണ് തെക്കൻ ഇറാനിലെ മിനാബിലുള്ള സ്കൂളിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാന്റെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 168-ലധികം കുട്ടികളും അധ്യാപകരും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും 7-നും 12-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളായിരുന്നു. ആക്രമണം നടന്ന സമയത്ത് യാതൊരു തെളിവുകളുമില്ലാതെ ഇതിന്റെ ഉത്തരവാദിത്തം ഇറാന്റെ മേൽ കെട്ടിവെക്കാനാണ് ട്രംപ് ആദ്യം ശ്രമിച്ചത്. ഇറാന്റെ മിസൈലുകൾക്ക് കൃത്യതയില്ലാത്തതാണ് ദുരന്തത്തിന് കാരണമായതെന്നായിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.